ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 28. ഇന്ന് എനിക്കൊരു ഡാൻസ് പ്രോഗ്രാമുണ്ട് മൈലപ്ര ദുർഗാദേവി ക്ഷേത്രത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇത് ശനിയാഴ്ചയായിരുന്നു ദിവസം. അപ്പോൾ എനിക്ക് അന്ന് രാവിലെ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരുങ്ങാൻ ചെന്നത്. അപ്പോൾ ഞങ്ങളൊരു 35ഓളം പിള്ളേരുണ്ടായിരുന്നതുകൊണ്ട് കുട്ടികൾ ഡാൻസിനുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു 1:30 കഴിഞ്ഞപ്പോഴാണ് എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞ് ചെന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് അതിൻ്റെ ഫുൾ ജേണി എടുക്കാൻ. രാവിലെ സ്കൂളിൽ പോയി തിരിച്ച് വന്നു, ആ ജേണി ഫുൾ എടുക്കാമെന്ന്. പക്ഷെ എനിക്കത് എന്തോ ഞാൻ മറന്നു, എനിക്ക് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഫേസും അത്രയും ഭാഗവും കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ ഈ വീഡിയോയിലാണെങ്കിൽ അവിടെ അടുത്ത് ഡാൻസ് സ്കൂളിൽ തന്നെ ഒരുങ്ങുന്നതുകൊണ്ട് ഒന്നാമത് അമ്പലത്തിലെ പാട്ട് കാരണം നമുക്കൊന്നും കേൾക്കത്തില്ല, പിന്നെ അവിടുത്തെ സംസാരം അല്ലെങ്കിൽ കാരണം ഒന്നും കേൾക്കത്തില്ല. അതായത് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഭരതനാട്യം കളിക്കാൻ പോകുന്നത്. എൻ്റെ അരങ്ങേറ്റം 4ാം ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പ്രോഗ്രാമുകൾ ആ സമയത്ത് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ +2-ലായി. അപ്പോൾ ഭരതനാട്യം കുറേ നാളുകൾക്ക് ശേഷം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈയിടെയും ഗുരുവായൂർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോഴും നമ്മൾ ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടായിരുന്നു. പക്ഷേ കുറേ നാളുടെ കൂടിയിട്ടാണ് തിരുപ്പം കെട്ടുന്നതും കുഞ്ചല ഇടുന്നതും. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ മാക്സിമം കാണിക്കാമെന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്, പറ്റുന്ന പോലെ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ബാക്കി ഐ മേക്കപ്പിലേക്കൊക്കെ കടന്നു. കണ്ണെഴുതുക, അതാണ് ഗൈസ് എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ഡാൻസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് കണ്ണിൻ്റെ അടിയിലൊന്ന് തൊട്ടാൽ, അതായത് കണ്ണിൻ്റെ താഴെയും നമ്മൾ ഇച്ചിരി വീതിക്കല്ലേ എഴുതുന്നത്, അവിടെ തൊടുമ്പോഴത്തേക്കും എൻ്റെ കണ്ണെന്ന് നിറയും. അപ്പോഴത്തേക്കും നിറഞ്ഞ് വരും. അതുകൊണ്ട് ആദ്യമേ പണിയാവും. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറിയെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ഒത്തിരി തുണി വെച്ച് തുടച്ച് ആ വെള്ളമെല്ലാം ഒപ്പിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പൊട്ടും എല്ലാം സെറ്റായി. ഇപ്പോൾ അതാ കുറച്ചുകൂടെ മുഖത്ത് മാറ്റങ്ങൾ വന്നപ്പോൾ ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കലയിൽ പൂവൊക്കെ കാണും. കുറച്ചുകൂടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അഴിക്കാൻ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഫുൾ നമ്മൾ സെറ്റാവും. तुम तरे तक जम तकिट तकता धी धी ना तुम धन तक जम तकिट तकता धी धी ना तुम तरे तक जम तकिट तक धन तक. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. തിരിച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റോഡിൽ ലൈറ്റിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ചു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഊരി, ബാക്കി തലയിലെല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഓർണമെൻറ്റ്സ് ഉണ്ട് തലയിൽ, നെറ്റിത്തൊട്ട് തിളങ്ങുന്നതും എൻ്റെ ഫിലിം. അപ്പോൾ അതെ, ഇതൊക്കെയുള്ള പ്രോഗ്രാം ഞാൻ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ ശരിക്കും ഇന്ന് രാവിലെ സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ക്ലാസ്സിന് പോയിട്ട് അവിടുന്ന് 10:00-ന്നാണ് വന്നത്, ഡാൻസ് സ്കൂളിലോട്ട് വന്നത്. അപ്പോൾ എന്നിട്ടാണ് പിന്നെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ ഞാൻ ഡാൻസ് സ്കൂളിൽ 1:30-ക്കാണ് വെച്ചത്.